അടുത്ത കാലത്തായിട്ട് കുറച്ചധികമായിട്ട് കണ്ടുവരുന്ന കരളിനെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ക്രോണിക് ലിവർ ഡിസീസ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് ലിവർ സിറോസിസ്. നമുക്കറിയാം, ലിവർ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു അവയവമാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് ഹാർഡ് ആൻഡ് ഫേം ആവുകയും പിന്നീട് അത് ഫൈബ്രോസ്ഡായി അതിൻ്റെ സൈസ് ചുരുങ്ങിയിട്ട് അതിൻ്റെ നോർമൽ ആയിട്ടുള്ള ഫങ്ഷൻസിനെ ബാധിച്ച് തുടങ്ങുമ്പോൾ, അതായത് നമുക്കറിയാം ലിവറിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള പ്രോട്ടീനിനെ സിന്തസൈസ് ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ടോക്സിൻസ്, ബേസിക്കലി അമോണിയ പോലത്തെ ടോക്സിൻസിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ പലതരത്തിലുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ബൈൽ പ്രൊഡക്ഷനൊക്കെ സഹായിക്കുന്നതാണ് ലിവർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫങ്ഷനെ ബാധിച്ച് തുടങ്ങുമ്പോഴാണ് അത് ലിവർ സിറോസിസ് എന്ന സ്റ്റേജിലേക്ക് മാറുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുണ്ടായാൽ അത് ഹീലായതിനു ശേഷം സ്കാർ ടിഷ്യൂ ഫോം ചെയ്യുന്ന പോലെ തന്നെയാണ് ലിവറിലുണ്ടാകുന്ന പലതരത്തിലുള്ള ഇഞ്ചുറികളും, അല്ലെങ്കിൽ ഒരു ക്രോണിക് ഒരു ആൽക്കഹോളിക് കണ്ടീഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റബോളിക് കണ്ടീഷൻസ് കൊണ്ടോ അതിൻ്റെ സെൽസിന് ഡെത്ത് ഉണ്ടാവുകയും അപ്പം അത് പിന്നീട് ഫൈബ്രോസ്ഡ് ആയിട്ട് ലിവർ സിറോസിസിലേക്ക് മാറുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ലിവർ സിറോസിസിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജസ് ആയിരിക്കും. പിന്നീടാണത് ഫൈബ്രോസിസിലേക്ക് മാറുന്നത്. ഇനി നമുക്കിതിൻ്റെ പല കാരണങ്ങൾ നമുക്ക് നോക്കാം. ലിവർ സിറോസിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നെന്ന് പറയുന്നത് ക്രോണിക് ആൽക്കഹോൾ തന്നെയാണ്. ഒരു ആൽക്കഹോൾ കുറേ വർഷമായിട്ട് അമിതമായി മദ്യപാനം ചെയ്യുന്നവർക്കൊക്കെ ലിവർ സെൽസിന് അല്ലെങ്കിൽ ലിവർ ടിഷ്യൂ ഡാമേജ് ഉണ്ടാവുകയും പിന്നീട് അത് ലിവർ സിറോസിലേക്ക് മാറാനും ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഒരു ക്രോണിക് ആയിട്ടൊരു ഇൻഫെക്ഷൻ, അതായത് ബേസിക്കലി ഹെപ്പറ്റൈറ്റിസ് പോലത്തെ ലിവറിന് വരുന്ന ഒരു ഇൻഫെക്ഷൻ, അത് ഹെപ്പറ്റൈറ്റിസ് ബിയും സി ആണ് പ്രധാനമായിട്ട് ലിവർ സിറോസിലേക്ക് മാറുന്നത്. മൂന്നാമത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി ആകാം. അത് ആക്സിഡൻ്റൽ ഇഞ്ചുറി ആകാം. അത് പിന്നീട് അത് ഹീലാവാതെ അല്ലെങ്കിൽ ശരിക്കും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ പിന്നീട് അത് സിറോസിസിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് ഫാറ്റി ലിവർ ചേഞ്ചസ് ആണ്. അറൗണ്ട് 40% ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ലിവർ സിറോസിസിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഫാറ്റി ലിവർ ചേഞ്ചസ് ആണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അമിതമായ കൊഴുപ്പ് ആഹാരങ്ങൾ കഴിക്കുക, നിരന്തരമായിട്ട് വ്യായാമം ചെയ്യാതിരിക്കുക, അതുമാത്രമല്ല നമ്മളൊരു ഇരുന്ന് ജോലി ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുകയും അത് പിന്നീട് അത് ലിവർ സിറോസിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്നു. ബേസിക്കലി ഇത് ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ റിവേഴ്സിബിൾ ആയിട്ട് കണ്ടീഷൻസാണ്, മെഡിസിനലി റിവേഴ്സിബിൾ ആയ കണ്ടീഷനാണ്. പക്ഷേ അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ട് പൊതുവേ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാതെയോ അല്ലെങ്കിൽ പിന്നീടും നമ്മൾ കൊഴുപ്പുള്ള ആഹാരങ്ങളും വ്യായാമം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു അഡ്വാൻസ് സ്റ്റേജിലേക്ക് മാറി പിന്നീട് അത് ലിവർ സിറോസിസിലേക്ക് മാറുന്നത്. അത് മാത്രമല്ല, ഒരു ഡയബറ്റിക്കായ പേഷ്യൻസിലും നമ്മൾ പൊതുവേ ഒരു ലിവർ സിറോസിസ് കാണപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളിലും ഒരു നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു പേഷ്യൻസിലുമാണ് ലിവർ സിറോസിസ് കാണുന്നത്. അപ്പോൾ ഇത് ലിവർ സിറോസിസ് എന്നൊരു കണ്ടീഷന് പൊതുവേ ആദ്യഘട്ടത്തിൽ നിന്ന് ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാറില്ല. നമ്മൾ പലവിധ ഒരു നോർമലായിട്ടുള്ള ഒരു ആനുവലി ഒരു ചെക്കപ്പ് ചെയ്യുന്ന സമയത്തൊക്കെയാണ്, ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ലിവറിന് ഉണ്ടാകുന്ന വേരിയേഷൻസ് കാണുമ്പോഴാണ് പലപ്പോഴും അത് കണ്ടുപിടിക്കാറ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് ലിവറിന് നമ്മളുടെ കരളിനോട് പൊതുവേ ഒരു റീജനറേറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഇഞ്ചുറി ഉണ്ടാവുക, ഒരു സ്കാർ ടിഷ്യൂ ഫോം ചെയ്യുമ്പോഴൊക്കെ അത് പിന്നീടും അത് ഒരു നോർമലൈസ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ ലിവറിനുണ്ട് പൊതുവേ. അപ്പോൾ ആ തരത്തിൽ നമുക്ക് അതായത് ലിവർ സിറോസിസിനെ നമുക്ക് 2 തരത്തിലായിട്ട് മാറ്റാം. കോമ്പൻസേറ്റഡ് ലിവർ സിറോസിസും ഡീകോമ്പൻസേറ്റഡ് ലിവർ സിറോസിസും എന്ന് പറയും. കോമ്പൻസേറ്റഡ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് പേഷ്യൻസിൻ്റെ ഉള്ളിൽ, അതായത് ലിവറിൻ്റെ ഉള്ളിൽ സിംറ്റംസ്, അതായത് അതിന് ചേഞ്ചസ്, ലിവർ ടിഷ്യൂ ഡാമേജ് ഉണ്ടാകാം, സ്കാർ ടിഷ്യൂ ഫോം ചെയ്തിട്ടുണ്ടാകാം, അത് കട്ടിയാവുകയും ചുരുങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ടാകാം, പക്ഷേ സിംറ്റംസ് കാണാറില്ല. പക്ഷേ ലിവറിന് എപ്പോഴും ഒരു ത്രഷോൾഡ് വരെ ലിവറിൻ്റെ നോർമൽ ഫങ്ഷനിങ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അതിന് നോർമലായിട്ട് ഫങ്ഷൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. ആ ഒരു സ്റ്റേജിലാണ് കോമ്പൻസേറ്റഡ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ചൊരു സിംറ്റംസ് ഒന്നും പേഷ്യൻസിൽ കാണുന്നുണ്ടാവില്ല. നോർമലായിട്ട് പേഷ്യൻസിൻ്റെ ഡേ ടു ഡേ ലൈഫ് പോകുന്നുണ്ടാകാം, ബാക്കിയുള്ള സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. മേ ബി ചെറിയൊരു ബ്ലോട്ടിങ് പോലത്തെ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് പോലത്തെയൊക്കെ ഉണ്ടാകാം. പക്ഷേ ഒരു മേജറായിട്ടുള്ള സിംറ്റംസ് പേഷ്യൻസിൽ ഒരിക്കലും കാണപ്പെടാറില്ല. അതിൻ്റെ ആ ഒരു സ്റ്റേജിനാണ് കോമ്പൻസേറ്റഡ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്.
അതിന് നെക്സ്റ്റ് സ്റ്റേജ്, ഒരു അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് ഡീകോമ്പൻസേറ്റഡ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. അപ്പോഴാണ് പലതരത്തിലുള്ള സിംറ്റംസ് പേഷ്യൻസിൽ കാണപ്പെടാറുള്ളത്. അതിന് വൺ ഓഫ് ദ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് ജോണ്ടിസ് ആണ്, മഞ്ഞപ്പിത്തം ആണ് ആദ്യത്തെ ഒരു ലക്ഷണമായിട്ട് കാണുന്നത്. പിന്നീട് അത് പലതരത്തിലുള്ള അതായത് അസൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ്, അതായത് വയറിൽ നീര് കെട്ടുന്നത്, കാലിൽ നീര് വെക്കുന്നത്, ദേഹം ഒട്ടാകെ ഒരു നീര് വെച്ച പോലത്തെ കണ്ടീഷൻസ് കാണാം. പിന്നെ സാർക്കോപീനിയ പറഞ്ഞ കണ്ടീഷൻ, അതായത് നമ്മുടെ മസിൽസിനെ, കാരണം ലിവർ നമ്മൾ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അപ്പം ആ ഒരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ എക്സ്ട്രീമിറ്റീസിലെ മസിൽ വേസ്റ്റിങ് പൊതുവെ കാണപ്പെടാറുണ്ട്. അപ്പോൾ മെലിഞ്ഞിട്ട് പൊതുവെ വയറ് വീർത്ത് ശരീരം ശോഷിച്ച്, അതായത് എക്സ്ട്രീമിറ്റീസ് കൈയും കാലൊക്കെ ശോഷിച്ച് വയറ് മാത്രം വീർത്ത ഒരു രൂപമായിരിക്കും ബേസിക്കലി ഒരു ലിവർ സിറോസിസ് പേഷ്യൻസ് നമ്മൾ കാണാറ്. അതൊക്കെ ഒരു അഡ്വാൻസ് സ്റ്റേജിലോട്ടാണ് മാറുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലിവറിൻ്റെ മെയിൻ ഫങ്ഷനാണ് പ്രോട്ടീൻ സിന്തസിസും പിന്നെ പലതരത്തിലുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന് പ്രൊഡ്യൂസ് ചെയ്യുക അതൊരു പ്രോട്ടീനാണ്. അപ്പോൾ അതിൻ്റെ അളവ് കുറയുമ്പോൾ പലതരത്തിലുള്ള ബ്ലീഡിങ് ഡിസോർഡേഴ്സും ഈ പേഷ്യൻസിൽ കാണപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് റാഷസ് പോലെ, ബ്ലീഡിങ് സ്പോട്ട്സ് പോലെ അവരുടെ ശരീരത്തിൽ ഇങ്ങനെ മൊത്തം ഒരു സ്പോട്ട്സ് പോലെ കാണും. പിന്നെ അത് മാത്രമല്ല, ഈ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ കൂടുന്നതുകൊണ്ട് ഈ ഈസോഫേജിയൽ വാരിസസ്, അതായത് ആ ഒരു രക്തം ഛർദ്ദിക്കുന്ന ഒരു കണ്ടീഷൻസും കാണുന്ന ഒരു സിംറ്റംസാണ്. പിന്നെ അവരുടെ രക്തത്തിൽ ആൽബുമിൻ്റെ അളവ് കുറഞ്ഞിരിക്കും. പൊതുവേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലിവറിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് അമോണിയ പോലത്തെ ടോക്സിൻസിനെ എടുത്ത് കളയുന്നതാണ്. അപ്പം ലിവർ നേരെ വണ്ണം നോർമലായിട്ട് ഫങ്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിങ് അവിടെ നടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ രക്തത്തിൽ അമോണിയയുടെ അളവ് കൂടുകയും പലതരത്തിലുള്ള സിംറ്റംസ്, പ്രത്യേകിച്ച് ഡ്രൗസിനെസ്, അതായത് ഒരു മയക്കം പോലെ പേഷ്യൻസിന് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഓൾട്ടേർഡ് സെൻസോറിയം, ഒരു സ്ഥലകാല ബോധമില്ലാത്ത ഒരു പെരുമാറ്റം കാണപ്പെടും. അപ്പം ഇത്തരത്തിലുള്ള സിംറ്റംസൊക്കെ ഒരു അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ലിവർ സിറോസിസിൽ കാണപ്പെടാറുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ശ്രദ്ധിക്കണം. അതായത് ഇൻവെസ്റ്റിഗേഷൻസ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. കാരണം ഇത് പൊതുവെ ഇനീഷ്യലി അതൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, അല്ലേ? നമ്മൾ ലിവറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഡോക്ടറെ കാണാൻ പോവില്ല. അതിലെന്തെങ്കിലും സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ മാത്രമേ നമ്മൾ പോയി കാണുകയുള്ളൂ. അപ്പോൾ ആനുവലി എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, എല്ലാ വർഷവും അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ ഒരു ജനറലായിട്ടൊരു ചെക്കപ്പ് മസ്റ്റായി ചെയ്യണം. അതിൽ ഏറ്റവും ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നമ്മളുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റും കൊളസ്ട്രോളൊക്കെ കൂടെ തന്നെയാണ്. അപ്പം ഇൻവെസ്റ്റിഗേഷനിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതിലെന്തെങ്കിലും ബിൽറൂബിൻ്റെ കൗണ്ടോ അല്ലെങ്കിൽ SGOT SGPT കൗണ്ടൊക്കെ വേരിയേഷൻസ് വരുമ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ UST സ്കാൻ ചെയ്യേണ്ടി വരും. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൽ രണ്ടിലൊരു വേരിയേഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ടെസ്റ്റിങ് ചെയ്യേണ്ടത്. അത് INR പോലത്തെ അല്ലെങ്കിൽ ബ്ലീഡിങ് ആൻഡ് ക്ലോട്ടിംഗ് ടൈം പോലത്തെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യേണ്ടത്. പിന്നെയും കുറച്ചൊരു അഡ്വാൻസ് വേർഷൻ എന്ന് പറയുന്നത്, യൂഷ്വലി ലിവർ സിറോസിസ് കണ്ടുപിടിക്കുന്നത് ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ള AFP ആണ്. AFP ടെസ്റ്റിൽ യൂഷ്വലി ലിവർ ക്യാൻസറിന്, ഹെപ്പാറ്റിക് ക്യാൻസറിനൊക്കെയാണ് AFP ശരിക്കും മാർക്ക്ഡായിട്ട് പോസിറ്റീവായി കാണുന്നത്. അതിൻ്റെ ഒരു മൈൽഡ് സ്റ്റേജൊക്കെയാണ് ലിവർ സിറോസിസിൽ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ലിവർ സിറോസിനെ പറ്റി സംസാരിച്ചു, അതിന് ചെയ്യേണ്ട ഇൻവെസ്റ്റിഗേഷൻസ്, അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ആയുർവേദത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ആയുർവേദത്തിൽ ഇത് പാണ്ഡുരോഗ ചികിത്സയിലും അല്ലെങ്കിൽ ഉദര ചികിത്സയിലൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ട് ഇതിൽ ബാധിക്കുന്നത് നമ്മളുടെ അഗ്നിയാണ്, നമ്മളുടെ ആ ഒരു ഡൈജസ്റ്റീവ് പവറിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പം ആയുർവേദത്തിൽ പ്രധാനപ്പെട്ട ഒരു ചികിത്സ എന്ന് പറയുന്നത് അഗ്നി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ആഹാരവർഗ്ഗങ്ങളും അല്ലെങ്കിൽ ചികിത്സകളും അല്ലെങ്കിൽ ഔഷധങ്ങളൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അഗ്നിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഔഷധങ്ങളെന്ന്. ബേസിക്കലി ലിവർ സിറോസിസിനായിട്ടുള്ളൊരു പേഷ്യൻസിന് പൊതുവെ വിശപ്പില്ലായ്മ കാണുന്നത് ഒരു പ്രധാന സിംറ്റമാണ്. അതുകൊണ്ടാണ് ലഘുവായ ആഹാരങ്ങൾ, കുറച്ചൊരു ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് ചെയ്യുന്നത്. ഇതൊക്കെ ആ വ്യക്തിയിലെ ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇതാണ് ഏറ്റവും ഒരു ഇനീഷ്യൽ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു നിത്യമായിട്ടുള്ളൊരു വിരേചനം ചെയ്യുക എന്ന് പറയുന്നത്. ഉദരചികിത്സയിൽ ഒരു പ്രധാനപ്പെട്ട ചികിത്സയാണ് നിത്യവിരേചനം. നിത്യവിരേചനം എന്ന് പറയുന്നത് ഡെയിലി ചെറുതായിട്ട് വിരേചിപ്പിക്കുന്നത്, വയറിളക്കി കളയുന്നത്. അത് നമ്മുടെ ശരീരത്തിലുള്ള ദോഷങ്ങളെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ്.
അപ്പോൾ ലിവർ സിറോസിസ് ഒരു പൂർണ്ണമായിട്ട് റിവേഴ്സിബിൾ ആയിട്ടൊരു കണ്ടീഷൻ അല്ലെങ്കിൽ പോലും ആയുർവേദത്തിലൂടെ അതിൻ്റെ സിംറ്റംസിനെ ഒരളവ് വരെ കുറയ്ക്കുവാനും ഒരു ലിവറിനെ ഒരു നോർമൽ ഫങ്ഷനിലേക്ക് കൊണ്ടുവരാനും സഹായിക്കും. പ്രത്യേകിച്ച് ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകളുണ്ട് ഹെപ്പാറ്റോ പ്രൊട്ടക്റ്റീവായിട്ട് ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഒരുപാടുണ്ട്. നമ്മൾ ചിറ്റരത്ത് ഗുളിജി പോലത്തെ മരുന്ന് അല്ലെങ്കിൽ വാസ ആടലോടകം പോലത്തെ മരുന്നൊക്കെ ബേസിക്കലി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഔഷധ ഗുണങ്ങളുള്ളതാണ്. അതുമാത്രമല്ല ഈ ലിവർ സിറോസിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എന്ന കണ്ടീഷനിലൊക്കെ ഒറ്റമൂലി ചികിത്സ വളരെയധികം പ്രയോജനമാണ്. ഉദാഹരണത്തിന് കീഴാർനെല്ലി, കിരിയാത്ത്, ജീവൂതകം, തഴുതാമ എന്നീ ഒട്ടനവധി ഔഷധങ്ങൾ ആയുർവേദത്തിൽ ലഭ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഔഷധങ്ങളും ഒറ്റമൂലി പ്രയോഗങ്ങളും മാത്രമല്ല വിവിധ തരത്തിലുള്ള രസായന പ്രയോഗങ്ങളും ആയുർവേദത്തിൽ വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏതൊരു രോഗത്തിൻ്റെയും, അത് കരൾ സംബന്ധമായ അസുഖങ്ങൾ മാത്രമല്ല, ഏതൊരു രോഗത്തിൻ്റെയും അതിൻ്റെ ഒരു രൂക്ഷമായ അവസ്ഥയിലേക്ക് മാറുന്നതിന് മുന്നേ ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ യഥാർത്ഥമായ ചികിത്സ തേടേണ്ടതാണ് അത്യാവശ്യം.